സോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാമെന്ന്. അപ്പോൾ പലരുടെയും ഹോബിയാണ് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് നടക്കുക അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി. പക്ഷെ നമുക്ക് എക്സാക്ട്ലി അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കില്ലേ. ഇന്നത്തെ വീഡിയോയിൽ അല്ല, ഈ ഒരു വീക്ക് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് വെച്ച് നമുക്ക് കുറച്ച് നല്ല ഒരു എമൗണ്ട് ഉണ്ടാക്കാമെന്നാണ്. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ ഞാൻ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ അധികം വൈകാതെ ജസ്റ്റ് ഒന്ന് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട്. അപ്പോൾ ഈ ഒരു വീക്ക് മൊത്തം ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു 21 വയസ്സിനിടയ്ക്ക് ഞാൻ ക്യാമറ മേടിച്ച പിന്നെ ഒരുപാട് മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇൻകം ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏണിങ്ങിനായിട്ട് ഞാൻ ഒരുപാട് മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് വർക്കായതും എനിക്ക് വർക്കാവാതെ പോയതും, എന്നാൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീക്ക് മൊത്തം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഇമേജസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റോക്ക് ഇമേജ് എന്നാണ്. നിങ്ങളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തോ, എനിക്ക് ഒരു വർക്ക് വന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ എൻ്റെ കയ്യിലില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഡ്രോൺ ഷോട്ട് വേണം. എന്നാൽ എൻ്റെ കയ്യിൽ ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രോൺ ഷോട്ടിൻ്റെ ഒരു ക്ലിപ്പ് എടുത്ത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇടാം. പക്ഷേ നമ്മൾ അങ്ങനെ എടുത്ത് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചെയ്യാനുണ്ടല്ലോ, നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഈ സ്റ്റോക്ക് വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോലോ ആ ക്രിയേറ്ററിന് ചെറിയൊരു ടിപ്പ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു റൈറ്റ്സ് കിട്ടി നമുക്ക് ആ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ആ ഫൂട്ടേജസ് അല്ലെങ്കിൽ മേ ബി ആ ഇമേജസ് നമുക്ക് നമ്മുടെ കണ്ടൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഇമേജസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫൂട്ടേജസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺട്രിബ്യൂട്ടർ ആവാണ്. അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളല്ല, നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാഷ്വൽ ആയിട്ട് എടുക്കുന്ന ഫോട്ടോസ്, നിങ്ങൾ നല്ല ക്വാളിറ്റി ഫോട്ടോസ് ഉള്ള ആർക്കും അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ഇമേജസ് എടുക്കാൻ കഴിവുള്ള ആർക്കായാലും ഈ സ്റ്റോക്ക് ഇമേജസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ടത് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് നിങ്ങളൊരു സ്റ്റോക്ക് ഇമേജിങ് സൈറ്റിൽ പോയിട്ട് നിങ്ങളൊരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഒക്കെ സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോക്ക് ഫൂട്ടേജോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജോ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആ പേയ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് കിട്ടും. സംഭവം അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇമേജസിന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് സൈറ്റുകൾ നമുക്ക് സ്റ്റോക്ക് ഇമേജസിനായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഷട്ടർ സ്റ്റോക്കാണ്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷട്ടർ സ്റ്റോക്കിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു കോൺട്രിബ്യൂട്ടർ ആയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൺഫർമേഷൻസ് ഉണ്ട്. നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ നമ്മുടെ തന്നെയാണ്. അതായത് ആ ഒരു ഫോട്ടോയുടെ ഫുൾ റൈറ്റ്സ് എൻ്റെ കയ്യിലായിരിക്കണം. ഞാൻ ഇടുന്നൊരു ഫോട്ടോയിൽ മറ്റൊരാളുടെ ഫേസോ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺഫർമേഷൻ മാത്രം പോരാ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്ത് വേറെ ആൾക്കാർക്ക് അത് മേടിക്കാനായിട്ട്. ആ പിക്ചറിനകത്തുള്ള ആ മോഡലിൻ്റെ അല്ലെങ്കിൽ അതിനെ ഫേസ് വരുന്ന ഒരാളുടെ പെർമിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ല നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും ചിലപ്പോൾ കൺഫർമേഷൻസ് അത് അവർ ഡീറ്റെയിൽസ് ചോദിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുക. നമ്മൾ സ്റ്റോക്ക് ഇമേജസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫൂട്ടേജസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പോലെയാണ്. നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും അത് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അവരിലേക്ക് എത്തണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. നിങ്ങളപ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ നാളെ അതൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടന്റ് വരെയും അവരത് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും.
പരിപാടി സിമ്പിളാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണത് നിങ്ങൾ തന്നെയാണ്. ഇത്ര നിങ്ങൾക്കൊരു വർക്ക് ഫോഴ്സോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ പ്രഷറോ നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ കാഷ്വലായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റിയിലെടുത്ത് ഈ ഒരു സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ആസ് എ ബിഗിനർ. ഇനി അതല്ല, നിങ്ങൾ കൊല്ലങ്ങളോളം ഇങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങളൊരു സ്റ്റോക്ക് ഇമേജ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഫൂട്ടേജ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഫോട്ടോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സൈറ്റുകളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് വരുന്ന എന്ത് ടൈപ്പ് ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീവേഡ്സ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന ആ ഫൂട്ടേജിനെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫൂട്ടേജ് കാണിക്കണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എന്ത് ഫോട്ടോ വയ്ക്കാം. നിങ്ങൾക്കൊരു സ്കൈയുടെ ഫോട്ടോ ആണെങ്കിൽ സ്കൈ ഇടാം, ലീഫോ അല്ലെങ്കിൽ ടേബിളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അങ്ങനെ നിങ്ങൾ ഇടുമ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ടാഗും ടൈറ്റിലും എല്ലാം നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. നിങ്ങൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് വരും. പിന്നെ ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയാണ്. നമ്മുടെ ഫോട്ടോ വന്നാൽ മാത്രം പോരാ, ആ ഒരു ഫോട്ടോ ഒരാൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ബാക്കി ഫോട്ടോസൊന്നും എന്തെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഐഡിയ വേണം എന്തായിരിക്കും മോസ്റ്റ്ലി ആൾക്കാർ സെർച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇമേജസ് വരും. നമ്മൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് സ്കൈ, ഇന്ന കളർ സ്കൈ, അല്ലെങ്കിൽ സൺസെറ്റ് സമയത്ത് സ്കൈ, റെയിനി സ്കൈ, നിങ്ങൾക്ക് അങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോസിന് കുറച്ചും കൂടി റീച്ച് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പോലെ തന്നെ നിങ്ങൾ ഷട്ടർ സ്റ്റോക്ക് പോലത്തെ ഒരു സൈറ്റിൽ നിങ്ങൾ ഇന്നൊരു ഫോട്ടോ ഇട്ട് പിന്നെ നിങ്ങൾ ഇടുന്നത് ഒരു മാസത്തിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നിങ്ങൾ ഇടുക. അതായത് ഒരു ദിവസം നിങ്ങൾ 19 ഫോട്ടോ ഇടണ്ട, പകരം നിങ്ങൾ ഒരു ദിവസം ഓരോ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഒരു 50-60 ദിവസത്തേക്ക് ഇടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫോട്ടോജസും നിങ്ങൾ ഇനി തൊട്ട് നിങ്ങൾ ക്യാമറ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോട്ടോ എടുക്കാനായി നിങ്ങൾ ഇറങ്ങിക്കോട്ടെ, എന്ത് കാര്യം നിങ്ങൾ ഇറങ്ങിയാലും ഈ ഒരു ഷട്ടർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇമേജസിൻ്റെ കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓൺ ദ ഗോ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഇമേജസ് നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ചെറിയൊരു കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു മെത്തേഡ് വെച്ച് ഞാൻ അധികം കണ്ടിന്യൂ ചെയ്യേണ്ടതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ എനിക്കൊന്നും കൂടി ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡ് ഞാൻ റിയലൈസ് ചെയ്തപ്പോഴാണ്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്, നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. ആ ഒരു മെത്തേഡ് വഴി ഞാൻ അത്യാവശ്യം എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 കാണാം. അതുവരെ ബൈ, പീസ്.